അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരിമാരുടെ ഭാഗത്ത് കുട്ടികളെ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തണം. ഒരുപാടിനോട് ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അശ്രദ്ധയോടുകൂടിയുള്ള ഒന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എല്ലാവരും സഹകരിക്കണം. അള്ളാഹുവിൻ്റെ ദീനി സദസ്സിൻ്റെ ഹുർമത്തും അതിൻ്റെ ആദരണീയതയും കാത്തു സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒട്ടേറെ യുദ്ധങ്ങൾ, അതിൽ അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് തബൂക്ക് യുദ്ധവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ചില വിഷയങ്ങളുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഏറ്റവും അവസാന പടപ്പുറപ്പാടായിരുന്നു അത് എന്നതിൽ ആർക്കും സംശയമില്ല. ഈ സംഭവത്തിന്റെ ശേഷം പിന്നീട് ഹിജറ അപ്പോഴേക്ക് 9ാമത്തെ വർഷമായിട്ടുണ്ട്. ഹിജറ 9ാമത്തെ വർഷം ഒരുപാട് മഹനീയമായ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷിയായ ഒരു വർഷമായിരുന്നു 9ാമത്തെ വർഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന, അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വത്തെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാൻ ഉതകുന്ന നിലക്കുള്ള ഏറ്റവും മഹനീയമായ പല സംഭവങ്ങളും ഈ വർഷത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനസികമായ വിശാലത ഏറെ നമ്മെ ഗ്രഹിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. തബൂക്ക് യുദ്ധാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന്റെ ശേഷമാണ് മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെടുന്ന സംഭവമുണ്ടായത്. സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി തന്നെ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മരണം വിവരിച്ചിട്ടുണ്ട്. എന്താണ് ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം വിരോധം വരുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ വളരെയേറെ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ മാനസികമായ വിശാലതയും സഹിഷ്ണുതയുമൊക്കെ ഏറെ പ്രകടിപ്പിച്ചിരുന്ന ഉന്നത വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഭവമാണ് സഹോദരങ്ങളെ അബ്ദുള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചില സംഭവങ്ങൾ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ആ സംഭവം. ലമ്മാ മാത അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിന്റെ നേതാവ് മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ എല്ലാം വിളിച്ചു അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ഫലമ്മ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അബ്ദുല്ലാഹ്ക്ക് വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് വേണ്ടി ജനാസ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി നിന്നപ്പോൾ വസബ്തു ഇലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ട് ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതുസല്ലി അല ഇബ്നു ഉബയ്യ്, ഇബ്നു ഉബയ്യിന് വേണ്ടി നിങ്ങൾ ജനാസ നിസ്കരിക്കുകയാണോ? അയാളെ പറ്റി മനസ്സിലായിട്ടില്ലേ? വഖദ് ഖാല യൗമ കദാ വകദാ കദാ വകദാ ഉഅദ്ദിദു അലൈഹി ഖൗലഹു. അബ്ദുള്ള ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും, അബ്ദുള്ള മുസ്ലിം സമുദായത്തിന്റെ നേരെ, റസൂലുള്ളാഹിന്റെ നേരെ, ഇസ്ലാമിന് നേരെ അയാൾ നടത്തിയിട്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും അക്കമിട്ട് എണ്ണി എണ്ണി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അങ്ങനത്തെ ആൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ജനാസ നിസ്കരിക്കുന്നത് പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ പറഞ്ഞു. ഫതബസ്സമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അഖിർ അന്നി യാ ഉമർ, ഉമറേ സാരമില്ല, മാറി നിൽക്കൂ, വിട്ടു നിൽക്കൂ. ഫലമ്മ അക്സർതു അലൈഹി, ഞാൻ പിന്നെയും എന്റെ സങ്കടം സഹിക്കാതെ പിന്നെയും ഞാൻ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ ഇന്നി ഖുയ്യിർതു ഫഖ്തർതു, എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തുന്ന വചനം ഇതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇൻ തസ്തഗ്ഫിർ ലഹും അസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കലിനെ ചോദിച്ചിട്ടില്ലെങ്കിലും സമമാണ്. നീ അവർക്ക് വേണ്ടി 70 തവണ പൊറുക്കലിനെ ചോദിച്ചാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅസീദുഹു അലാ 70, 70നേക്കാൾ അപ്പുറം ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, 70നേക്കാൾ അപ്പുറം ഞാനൊന്ന് വർദ്ധിപ്പിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യത്തിന്റെ മനസ്സാണ്. ശത്രുവാണ്, ഒരുപാട് ദ്രോഹം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ പുറമേക്ക് മുസ്ലിമായിട്ട് മുസ്ലിം സമുദായത്തിലെ മെമ്പറായി അറിയപ്പെടുന്നയാളാണല്ലോ, മുസ്ലിമീങ്ങളുടെ കൂടെ വരുന്നയാളാണല്ലോ, മുസ്ലിമീങ്ങളുടെ ഗണത്തിൽ തന്നെ എണ്ണപ്പെടുന്നയാളാണല്ലോ. മുനാഫിക്കാണെങ്കിലും മറ്റേ മുശ്രിക്കെന്നോ ആ നിലക്കുള്ള കാഫിറെന്നോ വിധി എഴുതപ്പെട്ടിട്ടുള്ളയാളല്ലോ. അതുകൊണ്ട് 70-ലപ്പുറം തവണ ചോദിക്കേണ്ടി വന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അതേ ഒരാളുടെ പാപമോചനത്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങനെ ഞാൻ അറിയുകയാണെങ്കിൽ 71 തവണയെങ്കിലും ഞാനൊന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫസല്ലാ അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചു. സഹാബിമാര് പറയുന്നു, വസല്ലൈനാ മഅഹു, റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങളും ഉബയ്യ് ഇബ്നു സലൂലിന് വേണ്ടി ജനാസ നിസ്കരിച്ചു. ഫലം യംകുസ്, അങ്ങനെ സുമ്മൻസറഫ, പിന്നീട് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞേയുള്ളൂ. ഫലം യംകുസ് ഇല്ലാ യസീറാ,
വളരെ അധികമൊന്നും സമയം വേണ്ടി വന്നില്ല, കുറച്ചു സമയം മാത്രമേ താമസിച്ചുള്ളൂ. ഹത്താ നസലത്തിൽ ആയതാനി മിൻ സൂറത്ത് ബറാഅ, അതേ സൂറത്തു തൗബയിലെ 2 ആയത്തുകൾ ഉടനെ അതാ അല്ലാഹു അവതരിപ്പിക്കുന്നു. 2 ആയത്തുകൾ അവതരിച്ച സന്ദർഭമാണ്. ഈ നിസ്കാരം കഴിഞ്ഞ് അധിക സമയമായിട്ടില്ല, അപ്പോഴേക്ക് ആയത്തിറങ്ങുന്നു. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതൂ വഹും ഫാസിഖൂൻ. സൂറത്തു തൗബയിലെ 84-ാമത്തെ ആയത്ത്. അല്ലാഹു തആല അതിലൂടെ കൽപ്പിക്കുകയാണ്, വിരോധിക്കുകയാണ്. ഇതുവരെ ആ നിയമമുണ്ടായിരുന്നില്ല. അല്ലാഹ് കർശനമായി വിരോധിക്കുന്നു. വലാ തുസല്ലി, നബിയെ താങ്കൾ നിസ്കരിക്കരുത്, അലാ അഹദിൻ മിൻഹും മാത, അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി, ഈ മുനാഫിക്കുകളിൽ നിന്ന് മരണപ്പെട്ട മുനാഫിക്കുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ നിസ്കരിച്ചു പോകരുത്. അബദാ, ഒരിക്കലും നിസ്കരിക്കരുത്. ഏത് നിസ്കാരമാണ്? ജനാസ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കരുത്, മയ്യത്ത് നിസ്കരിക്കരുത്. ഒന്നാമത്തെ വിരോധം. രണ്ടാമത് പറയുന്നു വലാ തഖും അലാ ഖബ്രിഹി, അത്തരത്തിലുള്ള മുനാഫിഖിന്റെ ഖബറിന്റെ സമീപത്ത് താങ്കൾ പോയി നിൽക്കുക പോലും ചെയ്യരുത്. എന്താണ് ആ ഖബറിന്റെ സമീപത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ? ആ ജനാസ സന്ദർശിക്കുക, ജനാസയുടെ പിന്നാലെ പോവുക. അതുപോലെ തന്നെ ആ ജനാസ അടക്കം ചെയ്തതിന്റെ ശേഷം ആ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട്, മുസ്ലിമീങ്ങളുടെ ഖബറിന്റെ സമീപത്ത് നിന്നാൽ ഇസ്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ജനാസ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഉടനെ തന്നെ അടക്കം ചെയ്ത് കഴിഞ്ഞ ഉടനെ അധികം താമസിയാതെ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദ്യത്തിന് വരുമല്ലോ. ആ ചോദ്യം ചോദിക്കാൻ വരുന്ന നേരത്ത് ആ മയ്യത്തിന്, ആ സഹോദരന്, അതല്ലെങ്കിൽ ആ സഹോദരിക്ക് ഉത്തരം തോന്നിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ തേടണം. നല്ല സ്ഥൈര്യം കിട്ടാൻ വേണ്ടി, മനസ്സിന് നല്ല ധൈര്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പൊതുവായ തത്വമാണ്. ഖബറടക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അതേ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി സലൂലഹു തസ്ബീത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുകയുണ്ടായി, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പൊതുവായിട്ട് പ്രവാചകൻ പറഞ്ഞൊരു നിയമമാണ്, നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി തസ്ബീത്ത്, നല്ല സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. കാരണം ഫഇന്നഹു ലാന യുസ്അലു, ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുന്ന നേരമാണ്. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ജനാസ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഖബർസ്ഥാനിൽ, ആ ഖബറിങ്കിൽ നിന്നുകൊണ്ട് അതേ ഈ ആശയം വരുന്ന, ഈ ഉദ്ദേശം നിറവേറപ്പെടാൻ പ്രാപ്തമാകുന്ന നിലക്കുള്ള വാചകങ്ങൾ കൊണ്ട് ദുആ ഇരക്കുന്നത്, അതിന് തസ്ബീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കെല്ലാം സുപരിചിതമാണ്. തസ്ബീത്ത് ചൊല്ലുക, തസ്ബീത്തിനെ ചോദിക്കുക, അല്ലാഹുവിനോട് തസ്ബീത്ത് ചോദിക്കുകയാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പ്രത്യേക വാചകങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ അവിടുന്ന് പറഞ്ഞത് ഇപ്പൊ ചോദിക്കപ്പെടുന്ന നേരമാണ്, മലക്കുകളാൽ ചോദിക്കപ്പെടുന്ന നേരമാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ആ ചോദിക്കപ്പെടുന്ന നേരത്ത് അവരുടെ ചോദ്യത്തിന് ഉത്തരം തോന്നിപ്പിക്കാനും സ്ഥൈര്യം നൽകാനും ഒക്കെ നിങ്ങൾ ചോദിക്കണം എന്ന് പറയുമ്പോ ആ ആശയം വരുന്ന പ്രാർത്ഥനകൾ നമുക്ക് ഖബറിന്റെ സമീപത്ത് വെച്ച് ജനാസക്ക് വേണ്ടി, മയ്യത്തിന് വേണ്ടി നിർവഹിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തസ്ബീത്തുകൾ, പല വാചകങ്ങളുണ്ട്. പണ്ഡിതന്മാർ ആ ആശയം കിട്ടുന്ന നിലക്ക് പല വാചകങ്ങൾ ക്രോഡീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. പ്രസിദ്ധമായ ചില വാചകങ്ങളാണ് ഞാൻ ഈ കേൾപ്പിച്ചത്. അല്ലാഹുവേ, ചോദ്യനേരത്ത് ഈ മയ്യത്തിന് നീ സ്ഥൈര്യം നൽകണേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഈ മയ്യത്തിന് നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, ഖബറാണല്ലോ, ഖബർ മനുഷ്യനെ ഇടുക്കുമെന്നും കൂട്ടിച്ചേർക്കുമെന്നും ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഇരു പാർശ്വങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റിയിട്ട് വിശാലത കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അദ്ദേഹത്തോട് പൊറുക്കണേ അല്ലാ, അദ്ദേഹത്തോട് കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, എല്ലാ പേടികളിൽ നിന്നും ഖബറാണല്ലോ ഭീതിയുടെ കേന്ദ്രമാണ്,
ഭീതിയുടെ വീടാണ്, ബേജാറിന്റെ വീടാണ്, വെപ്രാളത്തിന്റെ വീടാണ്. ആ വീട്ടിൽ നീ ശാന്തി കൊടുക്കണേ അല്ലാ. ഭയങ്ങളിൽ നിന്ന്, സർവ്വ ഭയങ്ങളിൽ നിന്നും നീ വിമുക്തി നൽകിക്കൊണ്ട് നിർഭയത്വം പ്രദാനം ചെയ്യണേ. ഈ ആശയങ്ങളൊക്കെ വരുന്ന പ്രാർത്ഥനകൾ അതേ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഖബറടക്കി കഴിഞ്ഞ ഉടനെ പറയൽ സുന്നത്തുണ്ട്. ഇതേ വാചകം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ, ഈ വാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതൊന്നുമല്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞതെന്താണ്, നിങ്ങൾ അദ്ദേഹത്തിന് തസ്ബീത്തിന്, സ്ഥൈര്യത്തിന് വേണ്ടി ചോദിക്കണം. ആ ആശയം കിട്ടാവുന്ന ഏത് പ്രാർത്ഥനകളും നിർവഹിക്കാം. അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അതും മുനാഫിഖിന്റെ ഖബറിൽ വെച്ച് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല നബിയേ. വലാ തഖും അലാ ഖബരിഹി, അയാളുടെ ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുക പോലും ചെയ്യാൻ പാടില്ല. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. എന്താണ് കാരണം? നിശ്ചയമായും അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്, അവന്റെ റസൂലിലും അവിശ്വസിച്ചവരാണ്. വമാതു, അവർ മരണപ്പെടുകയും ചെയ്തവരാണ്. വഹും ഫാസിഖൂൻ, അതേ കാഫിറുകളായ നിലക്ക് തന്നെ. ഇവിടെ കേവലം ഫാസിഖ്, തെമ്മാടി, വൻപാപം ചെയ്ത ഒരാൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ അല്ലാഹ് ഫാസിഖ് എന്ന് ഉപയോഗിച്ചത് കാഫിർ എന്ന അർത്ഥത്തിൽ തന്നെയാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ വിവരിച്ചു കാണാം. ആ നിലക്കാണ് അവരുടെ മരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു അത് വിരോധിക്കുന്നു. അഥവാ മുനാഫിക്കുകൾക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കാൻ പാടില്ല, അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കരുത്, അവരുടെ ഖബറിന്റെ സമീപത്ത് പോകരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഇത് ആയത്തിറങ്ങുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫഅജിബ്തു ബഅദു മിൻ ജുർഅതി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമഇദിൻ. അന്നത്തെ ദിവസം ഞാൻ എന്റെ കാര്യമോർത്ത് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എങ്ങനെ അള്ളാന്റെ റസൂലിനോട് ഇങ്ങനെ പറയാൻ എനിക്ക് ധൈര്യം വന്നു എന്നോർത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വിധങ്ങൾ നിസ്കരിക്കാൻ നോക്കുമ്പോ ഞാൻ പോയിട്ട് നബിയെ വേണ്ട, നബിയെ വേണ്ട, നിസ്കരിക്കേണ്ട ആള് മുനാഫിക്കല്ലേ നബിയെ, വേണ്ട വേണ്ട എന്നിങ്ങനെ പറയാൻ എനിക്ക് എങ്ങനെയപ്പൊ ധൈര്യം കിട്ടിയതെന്ന് ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഓർക്കാറുണ്ട്. എപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ഉദ്ദേശാർത്ഥം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ അതിനനുകൂലമായ നിലക്ക് അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹിഷ്ണുത, അവിടുത്തെ മാനസികമായ വിശാലത, അവിടുത്തെ ഏറ്റവും കൂടുതൽ ഒരുപാട് നിലക്ക് ഉപദ്രവിച്ച ആളാണ്. പക്ഷെ മുസ്ലിം അല്ലേ, പേരിൽ മുസ്ലിം അല്ലേ, ഇസ്ലാമിക സൊസൈറ്റിയിലെ മെമ്പർ അല്ലേ, പറ്റ കാഫിറല്ലല്ലോ. ആ നിലക്ക് ഇങ്ങനെ ഒരു നിയമം ഇറങ്ങിയിട്ടില്ല. എന്നിട്ടും ഇത്രത്തോളം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എത്ര ഏതെല്ലാം നിലക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ കുപ്രചരണങ്ങൾ നടത്തിയില്ലേ? സ്വന്തം ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി അപവാദം പറഞ്ഞ നേതാവാണ്. അതുപോലെ തന്നെ മദീനയിലെത്തിയ ഞങ്ങൾ പുറത്താക്കും എന്ന് പറഞ്ഞ നേതാവാണ്. ഭക്ഷണം മുടക്കും, അന്നം മുടക്കും എന്ന് പറഞ്ഞ ആളാണ്. ഉഹദിൽ നിന്ന് 100 ആളുകളെയും കൊണ്ട് സമരരംഗത്ത് നിന്ന് പിൻവലിഞ്ഞയാളാണ്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും മകനായ അബ്ദുള്ള വന്നുകൊണ്ട് പറഞ്ഞു, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഒരു മകനുണ്ടായിരുന്നു, അതും പേര് അബ്ദുള്ള തന്നെ. ആ അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, അങ്ങ് ധരിച്ച കുപ്പായം ബാപ്പാക്ക് തരണം, അതിൽ കഫൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ബാപ്പയെ അങ്ങയുടെ ശരീരം തൊട്ട ആ വസ്ത്രത്തിൽ, അവിടുത്തെ കുപ്പായത്തിൽ, അവിടുത്തെ ഷർട്ടനിക്ക് തരണം നബിയെ. അതുകൊണ്ട് ബാപ്പയെ അതിൽ കഫൻ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുപ്പായം ഊരി കൊടുക്കുകയാണ്. നബി തങ്ങൾ അതാ കഫൻ ചെയ്യാൻ വേണ്ടി കുപ്പായം കൊടുക്കുന്നു. കുപ്പായം കൊടുത്തു എന്ന് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ മയ്യത്തിന്റെ മേൽ തന്റെ ഉമിനീരൽപ്പം പുരട്ടുന്നു, കുപ്പായം ധരിപ്പിക്കുന്നു. എന്നിട്ടാണ് ഖബറടക്കുന്നത്. ആ കുപ്പായം കൊടുത്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതാ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം. തന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് അന്ന് ധരിക്കാനൊരു വസ്ത്രമില്ലാഞ്ഞിട്ട് പല ആളുകളുടെയും വസ്ത്രം അളവ് നോക്കിയപ്പോൾ ആർക്കും കൊടുക്കാൻ ആരുടെ കയ്യിലും ഒരു ഖമീസില്ലാത്ത സമയത്ത്, ഒരു കുപ്പായമില്ലാത്ത നേരത്ത് ഈ മുനാഫിക് നേതാവ് അബ്ദുള്ളയാണ് അന്ന് പിതൃവ്യനായ അബ്ബാസിനൊരു കുപ്പായം കൊടുത്തത്. അതുകൊണ്ട് മോനൊരു കുപ്പായം ചോദിക്കുമ്പോ ഞാൻ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനസികമായ വിശാലത അത്രത്തോളം. അങ്ങനെ അത്രയൊക്കെ ശത്രുതയും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും
അള്ള വിരോധിച്ചൊരായത്തില്ലല്ലോ, അതുകൊണ്ട് നിസ്കരിക്കന്നെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ച് നിസ്കരിക്കുന്നത്. പക്ഷേ ഈ ആയത്ത് അവതരിക്കപ്പെട്ടതോടുകൂടി ആ നിയമം അങ്ങ് പോയി. അത് കർശനമായി തന്നെ വിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ ആയത്ത് അവതരിക്കപ്പെട്ടതിന്റെ ശേഷം പറയുകയും ചെയ്തു. ഫതുഹുൽ ബാരിയിലൊക്കെ നമുക്ക് വിശദീകരണം കാണാം, തബരീലും നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, വമാ യുഗ്നി അൻഹു ഖബീസി മിനല്ലാഹ്, അയാൾക്ക് എന്റെ കുപ്പായം ഒന്നും ഉപകരിക്കൂല. അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് എന്റെ കുപ്പായം കൊണ്ട് ഒരു കാര്യവും കിട്ടാനില്ല, ഒന്നും ഫലം ചെയ്യുന്നതല്ല. ഞാൻ ഇങ്ങനെ നല്ല നിലക്ക് ഇടപെട്ടിട്ട് അയാളുടെ ഒരുപാട് അനുയായികളുടെ മനസ്സിനൊരു മാറ്റം വന്നാലോ, അതുപോലെ തന്നെ അബ്ദുള്ള മോനാണല്ലോ, ആരാണ് ഈ മോനെന്ന് മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ കുതന്ത്രങ്ങൾ ബാപ്പ ചെയ്തപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് സമ്മതം ചോദിച്ച മകനാണ്. എന്താ സമ്മതം ചോദിച്ചെന്നറിയോ? ദഅനി, റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒന്ന് മൂളിയാ മതി, ബാപ്പന്റെ തല ഞാൻ എടുത്തോളാം. ഒന്ന് മൂളി തന്നാൽ മതി, ഞാൻ ബാപ്പയുടെ കഥ കഴിച്ചോളാം എന്ന് പറഞ്ഞ മോനാണ്. അതേ ആ അബ്ദുള്ളയാണ് വന്നുകൊണ്ട് പറയുന്നത്, അള്ളയാണെങ്കിൽ വിലക്കിയിട്ടുമില്ല, വിരോധിച്ചിട്ടുമില്ല, ഈ ആയത്തിറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവൃത്തി ചെയ്തതിൽ പല തത്വങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഹദീസ് വിശദീകരിച്ച ശാരിഹീങ്ങൾ പറഞ്ഞു കാണുന്നു. ഒന്ന്, അബ്ദുള്ളയുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടട്ടെ, നല്ല മുസ്ലിമായ സഹാബിയല്ലേ, ഒരാശ്വാസം അദ്ദേഹത്തിന് കിട്ടട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കാലാകാലം ഒരു അപമാനം വരാതെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഒരുപാട് അനുയായികൾ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിനോട് പെരുമാറിയ നേതാവിനോട് മരണസന്ദർഭത്തിൽ ഇങ്ങനെയല്ലേ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തിച്ചതെന്നോർത്തിട്ട് അയാൾ ഏതായാലും മരിച്ചുപോയി. അയാളുടെ കെണിയിൽപ്പെട്ട ഒരുപാട് ആളുകളെങ്കിലും റസൂലുള്ളാഹിന്റെ ഉത്തമമായ ഈ പെരുമാറ്റം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നാലോ, അവരുടെ വിശ്വാസം വളരെ നന്നായാലോ, അവരുടെ ഖൽബിൽ ഈമാൻ നിഫാഖൊക്കെ പോയി വളരെ ഖാലിസായ ഈമാൻ കിട്ടിയാലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഈ ആയത്ത് അവതരണത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായി, ഇനി അത് പാടില്ല. ഇത് അവതരിച്ചതിന്റെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മുനാഫിക്കിന് വേണ്ടിയും പിന്നെ ജനാസ നിസ്കരിച്ചിട്ടില്ല. എന്നാൽ ഇതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, മുനാഫിക്കാരെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ എന്താ മാർഗമുള്ളത്? വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ഓരോരുത്തരെ അറിയിച്ചു കൊടുത്തത് കൊണ്ടാണ് അവിടുത്തേക്ക് ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന് മനസ്സിലായത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിക്ക് ഒരു പേരുണ്ട്, സാഹിബു സിർരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വകാര്യം സൂക്ഷിക്കുന്ന നേതാവാണ്. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് മാത്രം അള്ളാന്റെ റസൂൽ ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അറിയിച്ചു കൊടുത്ത ഒരു 10-12 മുനാഫിഖിന്റെ ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അള്ളാന്റെ റസൂലിന് അള്ളാഹ് വഹി അറിയിച്ചു കൊടുത്തു, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കുകൾ ഉണ്ട് കൃത്യമായിട്ട്. ആ ആളുകളുടെയൊക്കെ പേര് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മാത്രം, ഒരൊറ്റ സഹാബിയോടും പറഞ്ഞില്ല, ഇതാരോടും പറയരുതെന്നും പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നാലെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്ക് കൂടാറുണ്ട് എന്നാണ് ചരിത്രം. മനസ്സിലാക്കണം സഹോദരങ്ങളെ, സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം ഇടയ്ക്കിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറ്റിക്കൂടി നടക്കും. എന്തിനാന്നറിയോ? ചോദിക്കാണ്, ആ ലിസ്റ്റ് ഒന്ന് പറയോ, എന്റെ പേരയിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ്, ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട നേതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പോലും ബേജാറാണ്. എന്റെ മനസ്സിൽ നിഫാഖുണ്ടോ? ഞാൻ കപടനാണോ? കാപട്യം എന്റെ ഖൽബിൽ വന്നുകൂടുന്നുണ്ടോ?
അതാണ് മുനാഫിക്കീങ്ങളെ പറ്റി വിവരം കൊടുത്ത ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നടന്നിട്ട് പലപ്പോഴും നേതാവായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലയോ ഹുദൈഫ, എന്റെ പേര് നിനക്ക് അറിയിച്ച് തന്ന മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? അതാണ് മഹാന്മാരുടെ വിനയം. മഹാന്മാരുടെ വിനയമാണ്. നമ്മൾ മനസ്സിലാക്കുന്നു മറ്റുള്ളവരൊക്കെ നരകത്തിലാണ്, മറ്റുള്ളവനാണ് കുഴപ്പം, എല്ലാവരുടെയും കുഴപ്പം കാണുന്നു. പക്ഷേ അവനവനെല്ലാം തികഞ്ഞു എന്ന് തോന്നുകയാണ്. അവനവന്റെ കുഴപ്പങ്ങളെ കാണാതിരിക്കുകയാണ്, അവനവനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ്. മുൻഗാമികൾ മറ്റുള്ളവരുടെ തെറ്റുകളല്ല കണ്ടിരുന്നത്, അവരവരുടെ തെറ്റുകളെ കുറിച്ചാ അവരാലോചിച്ച് കരഞ്ഞിരുന്നത്. അത് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ മഹനീയമായ സംഭവം എത്രത്തോളം ശത്രുത കാണിച്ചയാളോട് പോലും അള്ളാന്റെ വിലക്കില്ലാതിരുന്നത് കൊണ്ട് വളരെ സൗമ്യമായി വർത്തിച്ച് ഏറ്റവും നല്ല ഇടപെടൽ നടത്തി എന്നാണ്. എന്നാൽ ഇന്ന് നമുക്ക് മുനാഫിക്കീങ്ങളെ മനസ്സിലാക്കാൻ മാർഗങ്ങളൊന്നുമില്ല. വഹയില്ല, ഒരാൾക്കും ഇന്നയാള് മുനാഫിക്ക് എന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് ആരെയും നമുക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി നിസ്കാരം നിർവഹിച്ച് നോമ്പ് നോൽക്കുന്ന ആ നിലക്കുള്ള മുസ്ലിമീങ്ങളുടെ ഗണത്തിൽ ഉള്ള ആരുടേരും നമുക്കറിയാനാവില്ലല്ലോ. ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവൻ അല്ലാഹ് മാത്രമല്ലേ. അതുകൊണ്ട് ലാഹിറനുസരിച്ച്, ബാഹ്യമനുസരിച്ച് മുസ്ലിം സൊസൈറ്റിയിലെ മെമ്പർ എന്ന നിലയ്ക്ക് എല്ലാവരെയും മുസ്ലിമീങ്ങളായി കണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഇടപെടുന്ന നിയമങ്ങളൊക്കെ, വിഷയങ്ങളെല്ലാം പാലിക്കുക മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ആർക്കും നിവൃത്തിയുള്ളൂ. സഹാബത്തൊക്കെ അങ്ങനെ തന്നെയാ ചെയ്തത്, അല്ലാതെ നിവൃത്തിയില്ല. ആരെപ്പറ്റിയും കൃത്യമായിട്ട് ഇന്നയാള് മുനാഫിക്കാണ് എന്ന് പറഞ്ഞ് നടപടിയെടുക്കാൻ സാധ്യല്ല. അതാണ് ഇസ്ലാമികമായിട്ടുള്ള അതിന്റെ വിധി എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശാല മനസ്കതയും അവിടുത്തെ കാരുണ്യം, ഇവിടുന്ന് പറയണ 70 തവണ ചോദിച്ചാലും പൊറുക്കൂല എന്ന് പറയുമ്പോ എന്നാ അതിനേക്കാൾ അപ്പുറം വർദ്ധിപ്പിച്ച് ചോദിച്ചാൽ അല്ലാഹ് പൊറുത്താലോ എന്നാ അപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നോട് ഇത്രയും ചെയ്ത ആളല്ലേ, അയാൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിന് ചോദിക്കേ എന്നല്ല, പുറത്തു കൊടുക്കേണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടില്ലേ? മകളെ പറ്റി ദുരാരോപണം പറഞ്ഞ് ആളുകളെ സംബന്ധിച്ച് കർശനമായ നടപടിയെടുത്തപ്പോ അല്ലാഹു തആല ചോദിച്ചില്ലേ, നിങ്ങൾ പൊറുക്കാൻ സന്നദ്ധരാകുന്നില്ലേ? അല്ലാഹ് നിങ്ങളോട് പൊറുക്കണ്ടേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അവസരത്തിൽ തന്റെ തീരുമാനങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് പറയുന്നു, അതേ എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തരണം. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹ് പൊറുത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എനിക്കെന്റെ റബ്ബ് പൊറുത്തു തരണം, ഞാനിതാ അതുമായി ബന്ധപ്പെട്ട സർവ്വ നടപടികളിൽ നിന്നും പിൻവാങ്ങുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ സൂറത്തു നൂറിൽ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അപ്പൊ ആ ഒരു മാനസികമായ വിശാലതയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ഈ സംഭവത്തിലൂടെ അറിയാൻ. ആർക്കാണതിന് സാധിക്കുക? പിന്നെ നിയമപ്രകാരം വിലക്ക് വന്നപ്പോഴാണ്, വിരോധം വന്നപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിട്ടുനിന്നത്. ഇനി വേറൊരു സംഭവം, ഈ വർഷത്തിൽ തന്നെ ഉണ്ടായൊരു സംഭവം, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല ആ ഭാര്യമാരോട് പറയാൻ ചില നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ചു കൊടുത്തത് ഈ വർഷത്തിലായിരുന്നു. എന്താണ് ആയത്ത്? യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരോട് പറയാൻ വേണ്ടി റസൂലുള്ളാഹിനോട് അല്ലാഹ് കൽപ്പിക്കുകയാണ്, യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞേക്കൂ, ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ, ഐഹിക ജീവിതത്തെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വസീനതഹാ, ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫതആലൈന, എങ്കിൽ നിങ്ങൾ വരൂ,
ഉമത്തിയഴുക്കുന്ന, ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം നടത്തി നിങ്ങൾക്ക് മോചന വിഭവം നൽകി പറഞ്ഞേക്കാം. വഉസരിഹുകുന്ന സറാഹൻ ജമീലാ, നിങ്ങളെ ഭംഗിയായി ഞാൻ വിട്ടയക്കുകയും ചെയ്യാം. അതേ അവസരത്തിൽ വഇൻ കുന്തുന്ന തുരിദുനല്ലാഹ വറസൂലഹു, ഇനി നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വദ്ദാറൽ ആഖിറ, പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന, നിങ്ങളിൽ നിന്ന് നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു അജ്റൻ അലീമാ, ഏറ്റവും വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആയത്തിറങ്ങുന്നതും ഹിജ്റ 9-ാമത്തെ വർഷമാണ്. എന്താണ് ഇങ്ങനെ ഒരു ആയത്തിറങ്ങാനുള്ള സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ അന്ന് 9 ഭാര്യമാരുള്ള കാലമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, ഹഫ്സ ബീവിയുണ്ട്, ഉമ്മു ഹബീബ ബീവിയുണ്ട്, സൗദ ബീവിയുണ്ട്, ഉമ്മു സലമ ബീവിയുണ്ട്, സൈനബ ബീവിയുണ്ട്, മൈമൂന ബീവിയുണ്ട്, സഫിയ ബീവിയുണ്ട്, ജുബൈരിയ ബീവിയുണ്ട്. ഇങ്ങനെ 9 ഭാര്യമാര് നിലവിലുള്ള സമയത്ത് ഈ ഭാര്യമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജീവിച്ച ജീവിതം വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ലാത്തത്ര പ്രയാസങ്ങളുടെ ജീവിതമാണ് ജീവിച്ചത്. ഇവരൊക്കെ പട്ടിണി കിടന്നാണ് നബി തങ്ങളുടെ കൂടെ പലപ്പോഴും ജീവിച്ചത്. പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. അതേ, ഭക്ഷണം പാകം ചെയ്യാത്ത ദിവസങ്ങളും മാസങ്ങളുമുണ്ട്. പച്ചവെള്ളവും കാരക്കയും മാത്രം കുടിച്ച ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ സൈത്തില്ലാത്തത് കൊണ്ട് വിളക്ക് കത്തിക്കാതെയാണ് രാത്രികളിൽ പലതും. അതേ, വീടാണെങ്കിൽ വളരെയേറെ ദുർബലമായ നിലക്ക്, സൗകര്യങ്ങളാണെങ്കിൽ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ സഹിച്ച ഈ ഉമ്മമാര് പിന്നീട് തബൂക്കും അതുപോലെ തന്നെ മക്കം ഫത്തുഹും അതുമായി ബന്ധപ്പെട്ട കുറച്ചൊക്കെ പൊതു ഖജനാവിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുമൊക്കെ കുറച്ചൊക്കെ ഒരാസ്തിയും സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊന്ന് ആഗ്രഹിച്ചു പോയി, ഈ പ്രയാസപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരല്പമൊക്കെ ഒരു സൗകര്യങ്ങൾ, നബിയെ കുറച്ചും കൂടി ഒന്ന് സൗകര്യങ്ങൾ ഞങ്ങൾക്ക് തരണം. ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റും കൂടിയിട്ട് ആവശ്യപ്പെട്ടതാണ്. അള്ളാന്റെ റസൂലേ, കുറെ കാലം സഹിച്ചില്ലേ, ഞങ്ങൾക്ക് ഒരു വിഷമമില്ല, എന്നാലും ഇപ്പൊ കുറച്ചൊക്കെ ഒരു മെച്ചമുള്ള കാലല്ലേ, ഒന്നും കൂടി ഒന്ന് ഞങ്ങൾക്ക് ചില സൗകര്യങ്ങളൊക്കെ ഒന്ന് തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റും കൂടിയിട്ട് ഈ ഭാര്യമാര് പറയുന്നു. ആ നേരത്താണ് അല്ലാഹയത്തിറക്കുന്നത്. നബിയെ പറയൂ, ഭാര്യമാരോട് പറയൂ, ഇൻ കുന്തുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോകത്തിലെ വിഭവങ്ങളും അലങ്കാരങ്ങളും ഒക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിഷമമൊന്നുമില്ല, ഫതആലൈന, എല്ലാവരും വന്നോളിൻ, ഉമത്തിഴുക്കുന്ന, ഞാൻ നിങ്ങൾക്ക് ഞാൻ മോചനദ്രവ്യം നൽകാം. മുതഅത്ത് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം നൽകി പെണ്ണിനെ പറഞ്ഞേക്കുമ്പോ വരന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമ്മാനങ്ങൾക്കാണ് മുതഅത്ത് എന്ന് പറയുന്നത്. അത് ഇസ്ലാമിലെ ഒരു നിയമമാണ്. ത്വലാഖ് ചൊല്ലിയിട്ടൊരു പെണ്ണിനെ പിരിച്ചുവിടുമ്പോ ആ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനോട് മാന്യമായി വർത്തിക്കണം. ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിലാണ് ആ പെണ്ണ് ഇദ്ദാകാലം കഴിച്ചു കൂട്ടേണ്ടത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് എടുത്തുപോയ ഒരു നിയമമാണത്. ഇതൊക്കെ വേറെ വിഷയമാണ്. തലാക്ക് ചൊല്ലിയ ഭർത്താവിന്റെ പരി തന്നെയാണ് പെണ്ണ് കഴിയേണ്ടത് ഈ ഇദ്ദാകാലം, ആ 3 മാസം. എന്തിനാ ഇങ്ങനെ കാണണം അവര് പരസ്പരം, എന്നിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് പരസ്പരം തോന്നണം, എന്നിട്ട് ചിലപ്പോൾ മടക്കിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ സൂറത്തു ത്വലാഖിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി വെച്ചൊരു സംവിധാന. അതിനു പുറമെ പിരിച്ചു വിടുന്ന നേരത്ത് സന്തോഷിപ്പിക്കുന്ന നിലക്ക് അവർക്ക് എന്തെങ്കിലും വിഭവങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകിയിട്ടാ പറഞ്ഞേക്കേണ്ടത്. അതൊക്കെ നിയമമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ചിട്ട് പറയാണ്, എന്റെ കയ്യിൽ ഇപ്പൊ ഇതൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അതല്ല, ദുന്യാവിലെ സൗകര്യങ്ങളും ദുന്യാവിന്റെ വളവളപ്പും ദുന്യാവിന്റേതായ അലങ്കാരങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരൂ, നിങ്ങളൊക്കെ വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് മുതഅത്ത് നൽകാം, സമ്മാനങ്ങൾ തരാം, മോചന വിഭവം നൽകാം. വഉസരിഹുകുന്ന, ഞാൻ നിങ്ങളെ പിരിച്ചു വിടുകയും ചെയ്യാം. സറാഹൻ ജമീലാ, ഏറ്റവും നല്ല നിലക്ക്, ഭംഗിയായ നിലക്ക് ഞാൻ നിങ്ങളെ പിരിച്ചു വിട്ടേക്കാം. അവർക്ക് പിന്നെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക.
ഇനി അതല്ല ദുന്യാവ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത്. ഇനി അതല്ല ഉമ്മമാരോട് പറയുന്നു, ഭാര്യമാരോട് പറയാണ്, വഇൻ കുന്തുന്ന തുരിദുനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ. ഇനി അതല്ല ഞങ്ങൾക്ക് ദുന്യാവൊന്നും വേണ്ട നബിയേ, ഞങ്ങൾക്ക് അല്ലാഹനെയാണ് വേണ്ടത്, അവന്റെ റസൂലിനെയാണ് വേണ്ടത്. ആ റസൂലുള്ളാന്റെ ഭാര്യമാരായ നിലക്ക് ഞങ്ങൾക്ക് മരിച്ചു പോവുകയാണ് വേണ്ടത്, പരലോക ഭവനമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണോ? എങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. ഫൈനല്ലാഹ, നിശ്ചയം അല്ലാഹു അഅദ്ദലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമാ. നിങ്ങളിൽ നിന്നതാ ആ മനസ്സുള്ള സദ്വൃത്തകളായ നല്ലവരായ ആളുകൾക്ക് കണക്കല്ലാത്ത വമ്പിച്ച പ്രതിഫലം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതി കേൾപ്പിക്കാണ്. ഇത് ഓതി കേൾപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്താണ്ട് ഇറങ്ങിയതിന്റെ ശേഷം ഓരോരുത്തരോട് ചോദിക്കുകയാണ്. ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുക, എന്താ അഭിപ്രായം? ആയിഷ റളിയല്ലാഹു തആല അൻഹ രംഗം വിവരിക്കുന്നുണ്ട്, ബുഖാരിയിൽ കാണാം. ഈ ആയത്തിറങ്ങി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ കൽപ്പന കൊടുത്തപ്പോൾ ഫബദഅ ബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കൊണ്ടാ തുടങ്ങുന്നത്, ആദ്യം എന്നോടാ തുടങ്ങുന്നത്. എന്നോട് ചോദിച്ചു, ഇന്നി ദാകിറുൻ ലക്കി അംറാ, ആയിഷ ഞാൻ നിന്നോടൊരു കാര്യം ഇതാ പറയാൻ പോകുന്നു. ഫലാ അലൈക അല്ലാ തസ്തഅജിലി ഹത്താ തസ്തഅമിരി അബവൈകി, നിന്റെ മാതാപിതാക്കളോട് കൂടിയാലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. മാതാപിതാക്കളോട് കൂടിയാലോചിക്കാതെ പെട്ടെന്ന് എടുത്തടിച്ചൊരു മറുപടി പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സമയം തരാ, അപ്പനോടും ഉമ്മനോടും ഒക്കെ ഒന്ന് പോയി കൂടിയാലോചിച്ചിട്ട് മതി, തിരക്ക് കൂട്ടി മറുപടിയൊന്നും പറയണ്ട. അതേ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന് അറിയാം, വഖദ് അലിമ, ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അറിയാമല്ലോ, അന്ന അബവയ്യ ലം യകൂനാ യഅ്മുറാനി ബിഫിറാഖിഹി, എന്റെ മാതാപിതാക്കൾ റസൂലുള്ളാന്റെ കൂട്ടത്തിൽ നിന്ന് തലാഖും വാങ്ങി പിരിഞ്ഞു പോരാൻ സമ്മതിക്കൂലാന്ന് റസൂലുള്ളാക്ക് ശരിക്കും അറിയാമല്ലോ. നബി തങ്ങൾ എന്നോടെന്നാലും പറഞ്ഞു, പൊയ്ക്കോ, ചോദിച്ചോ, സമ്മതം ചോദിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, ഇതാ അല്ലാഹ് ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് സുഖം ചോദിച്ചില്ലേ, നിങ്ങൾ എന്നോട് കുറച്ചൊക്കെ ഒരു സൗകര്യങ്ങൾ തരണം എന്ന് പറഞ്ഞില്ലേ, നിലവിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ട് കുറച്ചൊക്കെ ഒരു സൗകര്യങ്ങൾ തരണം എന്ന് ആവശ്യപ്പെട്ടില്ലേ, എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ അല്ലാഹ് ഇറക്കിയത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഈ ആയത്തങ്ങ് തീരേണ്ട താമസം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഫീ അയ്ഹാദാ അസ്തഅമിറു അബവയ്യ, ഇക്കാര്യത്തിൽ ഉണ്ടോ എനിക്ക് എന്റെ ഉമ്മ ബാപ്പമാരോട് കൂടിയാലോചിക്കേണ്ട വിഷയം? ഞാൻ ഇക്കാര്യത്തിൽ നിങ്ങളെ വിട്ടുപോകാൻ, നബിതങ്ങളുടെ വിട്ടുപോകാൻ, നിങ്ങളുടെ ഭാര്യ പദവിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഞാൻ എന്റെ ഉമ്മയോടും ഉപ്പയോടും പോയി ചോദിക്കുകയോ? അതെനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അതുകൊണ്ട് നബിയെ അങ്ങയോട് ഞാനിതാ പറയുന്നു, ഫഇന്നീ ഉരീദുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, വേണ്ട വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട, ഇവിടുത്തെ സീനത്ത് വേണ്ട, ഇവിടുത്തെ അലങ്കാരങ്ങൾ വേണ്ട, ഇവിടുത്തെ ഒരു സൗകര്യങ്ങളും ഇപ്പോഴുള്ളതിനേക്കാൾ എനിക്ക് വേണ്ട. എനിക്ക് അല്ലാഹയാണ് വേണ്ടത്, അല്ലാഹുവിന്റെ റസൂലാണ് വേണ്ടത്, പരലോകം തന്നെയാണ് വേണ്ടത്. അതിലപ്പുറം എനിക്കൊന്നും പറയാല്ല നബിയെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, തുടക്കം ഞാനായിരുന്നു. സുമ്മ ഫഅല അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്ല മാ ഫഅൽതു, ഞാൻ ചെയ്തതുപോലെ റസൂലുള്ളാഹിന്റെ മുഴുവൻ ഭാര്യമാരും പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു. ആർക്കും പുറത്തു പോണ്ട. ആരാ പുറത്തു പോകാൻ ആഗ്രഹിക്കുക? റസൂലുള്ളാഹിന്റെ ഭാര്യ പദവിയിൽ നിന്നാണ് പോയാൽ ദുന്യാവ് എത്ര കിട്ടിയിട്ടെന്താ കാര്യം? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഉമ്മ എന്ന പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ലേ ഉള്ളൂ. ആ പദവി വേറെ എവിടെ നിന്ന് കിട്ടാനാ? ദുന്യാവ് മുഴുവനും കിട്ടിയാൽ ആ പദവി കിട്ടുമോ? ആ സ്ഥാനം കിട്ടുമോ? ആ ശ്രേഷ്ഠത സ്വർഗത്തിൽ കിട്ടുമോ? അതുകൊണ്ടാണ് ഒന്നൊഴിയാതെ 9 ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കണ്ടമിടറിക്കൊണ്ട് വളരെ വിഷമത്തോടെ, അതേ വളരെ തൃപ്തിയോടെ സന്തോഷത്തോടെ പറയാണ്, ഉരീദുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, ഞങ്ങൾക്ക് അല്ലാഹയാണ് വേണ്ടത്, അവന്റെ റസൂലാണ് വേണ്ടത്, പരലോക ഭവനം മതി, ഞങ്ങൾക്ക് ദുനിയാവ് വേണ്ട.
എല്ലാ ഭാര്യമാരും ഒരേ സ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ഇവിടെയും തെളിയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ആരെയും ശകാരിച്ചില്ല, ആ ഒരു ഭാര്യയെയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയില്ല. കാരണം അവർ ചോദിക്കുന്നത് ന്യായമാണല്ലോ. എന്റെ കൂടെ കഷ്ടപ്പാടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നബി തങ്ങൾക്കറിയാം. വിവാഹാനന്തരം അവർ സുഖമനുഭവിച്ചിട്ടില്ല പലപ്പോഴും എന്നറിയാം. വീട് പട്ടിണിയാണെന്നറിയാം, സൗകര്യങ്ങളില്ലെന്നറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവർ ചോദിച്ചപ്പോ കണ്ണുരുട്ടിയിട്ട് എന്റെ ഭാര്യമാരാണെങ്കിൽ ഞാൻ പറഞ്ഞോടത്ത് നിന്നോളണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് വളരെ മോശമായി ഇടപെട്ടുന്ന ആളല്ല. കാരണം അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണേ. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നവനും വർത്തിക്കുന്നവനുമാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ കുടുംബത്തോട് ഭാര്യയോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവൻ ഞാനാകുന്നു എന്നവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഭാര്യമാര് വന്നിട്ട് ഇതൊക്കെ ആവശ്യപ്പെട്ടപ്പോ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞ് ചൂടാവും, ദേഷ്യപ്പെടും, ഒന്നും ചെയ്തില്ല. അവര് പറയുന്നത് ന്യായല്ലേ. രണ്ട് തീരുമാനത്തിലുള്ള തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾക്ക് ദുന്യാവാണോ, ആയിക്കോട്ടെ, എന്റെ കൂടെ നിന്നിട്ടല്ലേ ഇപ്പൊ ഈ കഷ്ടപ്പാട്, എന്റെ കൂടെ നിന്നിട്ടല്ലേ ഈ പ്രയാസം, വിഷമിക്കണ്ട, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. പറയുന്നത് ഖുർആനിലെ ആയത്ത് ശ്രദ്ധിക്കണം. ഉമത്തിഴുക്കുന്ന, എനിക്ക് ദേഷ്യല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന സമ്മാനം ഞാൻ തരും നിങ്ങൾക്ക്. ഏറ്റവും നല്ല നിലക്ക് ഭംഗിയായി സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ യാത്രയേക്കും. എന്താ വേണ്ടതെങ്കിൽ തെരഞ്ഞെടുത്തോളൂ എന്നാ പറയുന്നത്. എന്താണ് ആ മഹത്വം? ആരെ കൊണ്ടാണ് അത് സാധിക്കുക? അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്. എല്ലാവരോടും ഏത് മേഖലയിലും അവിടുത്തെ മാതൃക. ലോകത്തിന് മുഴുവൻ മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മഹത്വങ്ങൾ ഇതിലൂടെയും നമുക്ക് വളരെ കൃത്യമായി തന്നെ കൂടുതൽ ബോധ്യമാവുകയാണ്. അവിടുത്തോടുള്ള സ്നേഹം അല്ലാഹു നമ്മുടെ ഖൽബിൽ കൂടുതലായി കൊണ്ട് ജ്വലിപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, ഈ 9-ാമത്തെ വർഷം, ഹിജറ 9-ാമത്തെ വർഷം ഉണ്ടായ വേറെ ചില പ്രത്യേകതകൾ. ഇസ്ലാമിന് അഭൂതപൂർവമായ വളർച്ചയുണ്ടാവുകയാണ്. എല്ലാ രംഗങ്ങളിലും അതാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ സംഘങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വരുന്നു, മദീനയിലേക്ക് വരുന്നു. നിവേദക സംഘങ്ങളുടെ ഒഴുക്ക് നടന്ന കൊല്ലമാണ്. ചരിത്രത്തിൽ കാണാം, 60ഓളം രാജ്യങ്ങളിൽ നിന്ന് 60ഓളം സംഘങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ്, വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന്. അങ്ങനെ വന്ന പ്രധാനപ്പെട്ട പല ഗോത്രങ്ങളുമുണ്ട്. മുസ്ലിമീങ്ങളല്ല ഈ വരുന്നത്. ഇസ്ലാം പഠിക്കാൻ ആളുകൾക്ക് വല്ലാത്ത താല്പര്യം. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേട്ടിട്ടേയുള്ള പലരും ഒന്ന് കാണണം എന്ന മോഹം, എന്നിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കണം, ബോധ്യപ്പെട്ട വിശ്വസിക്കണം എന്നൊക്കെ നിലക്കതാ ധാരാളം നിവേദക സംഘങ്ങൾ ഇങ്ങനെ അടിക്കടി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടക്കുന്നതിന്റെ മുമ്പത്തെ കൊല്ലമാണ്. സംഘമായി കൊണ്ട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു വിവരവുമില്ലാത്ത, ഒരു സംസ്കാരവും ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ വരികയാണ് ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെ വന്ന കൂട്ടത്തിൽ പല ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമാണ് തമീം ഗോത്രം. തമീം ഗോത്രത്തിന്റെ ഒരു ടീം തന്നെ അറാബികളാണ്, ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വന്നു. എവിടെ മുഹമ്മദ് ചോദിച്ചു. ആ നേരത്ത് അള്ളാന്റെ റസൂല് നബി തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി അവിടുന്ന് പള്ളിയോടനുബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ള കൊച്ചു കൊച്ചു ഹുജറകളുണ്ട്. അതിന്റെ ബഹുവചനമാണ് ഹുജറാത്ത്. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഹുജറാത്ത്. മുറികൾ, റൂമുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർക്ക് താമസിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മുറികൾ ഈത്തപ്പനയോല കൊണ്ട് മറച്ച് നിലത്ത് മണൽ വിരിച്ച് ഒരു കുട്ടി നിന്നാൽ പോലും, അതല്ലെങ്കിൽ ഒരാൾ നിന്നാൽ പോലും മേലേക്ക് കയ്യെത്തുന്ന റൂഫുമിട്ട്, അത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചെറിയ ചെറിയ കൂരകള്, റൂമുകള് മദീന മസ്ജിദിന്റെ പരിസരത്തായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചിട്ടുണ്ട്. അതിനാണ് ഹുജറാത്ത് എന്ന് പറയുന്നത്. ആ ഹുജറകളിൽപ്പെട്ട ഒരു ഹുജറയിൽ നബിതങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുന്ന നേരത്താണ് നബിതങ്ങളെ കാണാൻ വേണ്ടി ദൂരഗോത്രത്തിൽ നിന്ന് തമീം ഗോത്രത്തിന്റെ ഒരു നേതാവും അനുയായികളും വരുന്നത്. ഇവർക്കാണെങ്കിൽ സംസ്കാരമൊന്നുമില്ല, ദൂരെന്ന് വരികയാണ്, ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന അറാബികളാണ്, ഒട്ടും സംസ്കാരം തേണ്ടിയിട്ടില്ല.
അവര് വന്നപാടെ വിളിയായി, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദേ പുറത്തു വാ, പുറത്തു വാ, എന്താ അകത്തിരിക്കുന്നത്, വാ പുറത്തേക്ക് വാ എന്ന് ബഹുമാനമില്ലാതെ. അവർക്കതേ അറിയൂ, അവർക്ക് സംസ്കാരം അറിയില്ല, അവർക്കൊരാളോട് സംസാരിക്കേണ്ട, അഭിസംബോധന ചെയ്യേണ്ട രീതിയൊന്നും അത്ര പിടുത്തമില്ല. അതുകൊണ്ട് യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിളിച്ച് സ്വൈരം കൊടുത്തിക്കൊണ്ടിരുന്നു. ഒന്ന് സമയമാകുമ്പോ നബി തങ്ങൾ ഇറങ്ങിക്കോളും. അതുവരെ അവർ ക്ഷമ കാണിച്ചില്ല. അവരെ കുറിച്ചാണ് സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തിറങ്ങിയത്. ഈ ആളുകളെ കുറിച്ചാണ് സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിറങ്ങിയത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി, റൂമുകളുടെ പിൻഭാഗത്ത് നിന്ന് നിങ്ങളെ വിളിക്കുന്ന ആളുകൾ, നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്ന ആളുകൾ, അക്സറുഹും ലാ യഖിലൂന, അവരിൽ ഭൂരിപക്ഷത്തിനും ബുദ്ധിയില്ല നബിയേ. അവർക്ക് കാര്യം മാത്രം പ്രസക്തമായ ആളുകളൊന്നുമല്ല, അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ വിളിക്കുന്നത്. എന്നിട്ടല്ല പറയാണ്, വലൗ അന്നഹും സബറു, അവരൊന്ന് സഹിച്ചിരുന്നെങ്കിൽ, അവരൊന്ന് സബർ കാണിച്ചിരുന്നുവെങ്കിൽ, നീ അവരിലേക്ക് പുറപ്പെടുന്നത് വരെ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ വരെ അവര് മനസ്സ് കാണിച്ചില്ലല്ലോ. നീ പുറത്തിറങ്ങുന്നത് വരെ അവരൊന്ന് കാത്തിരുന്നിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതായിരുന്നല്ലോ അവർക്ക് ഏറ്റവും ഉത്തമം. വല്ലാഹു ഗഫൂറുർ റഹീം. ഉടനെ തന്നെ അല്ല പറയുന്നു, അല്ല പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഇവരൊക്കെ കൊണ്ട് ചെയ്തതല്ലേ, അല്ല അവരോട് പൊറുക്കും, അല്ല അവരോട് കരുണ ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ വിളിച്ചു സ്വൈരം കെടുത്തി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജറയിൽ നിന്ന് പുറത്തു വന്നു. പുറത്തു വന്നത് ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടിയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ നിസ്കാരത്തിന് വേണ്ടി നബി തങ്ങൾ നിൽക്കുമ്പോ ഈ തമീമ സംഘം പിന്നാലെ കൂടുകയാണ്. പിന്നാലെ കൂടിയിട്ട് തോണ്ടിയിട്ട് പിന്നെയും പറയാണ്, ഞങ്ങൾ പറയണോന്ന് കേൾക്കണം, ഞങ്ങളുടെ കൂടെ കവികളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ നല്ല പ്രഗത്ഭ പ്രഭാഷകന്മാരുണ്ട്, മത്സരിക്കാനുണ്ടോ ഞങ്ങളോട്? ഞങ്ങൾ കൊണ്ടുവന്ന കവിതയ്ക്ക് പകരം കവിത ചൊല്ലാൻ ധൈര്യമുണ്ടോ? പ്രസംഗിച്ച് പകരം വീട്ടാൻ ധൈര്യമുണ്ടോ? ഒരു മത്സരത്തിന് തയ്യാറുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഒരു അദബും മര്യാദയില്ലാതെ തോണ്ടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തമായി കൊണ്ട് മറുപടി പറഞ്ഞു, കവിതയുമായിട്ടല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, എനിക്ക് കവിതയുടെ പരിപാടിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പ്രസംഗിച്ച് ആഭിജാത്യങ്ങളും ഗോത്രമേന്മയും മഹാത്മ്യൊക്കെ പറഞ്ഞു പ്രസംഗിച്ച് ആഭിജാത്യങ്ങളുടെ അഹങ്കാരത്തിന് വേണ്ടിയുമല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാന്യമായി അവരോട് പറഞ്ഞ് അവരെ കാണുകേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവരിങ്ങനെ നിന്ന് നോക്കുകയാണല്ലോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് കുറേ ഒരു അടക്കം വന്നു. വല്ലാത്തൊരു മനുഷ്യന്മാര്, എന്തോ ഒരു നല്ല അച്ചടക്കത്തിലാ, എന്തായി നടക്കുന്നത്? ദീനപ്പള്ളിയിൽ നിസ്കാരം ഈ തമീം ഗോത്രക്കാരിങ്ങനെ കാണുകയാണ്. കണ്ട് നിസ്കാരത്തിന് ശേഷം നബി തങ്ങളുടെ അടുത്ത് കൂടുന്നു. വളരെ ഭവ്യതയോടുകൂടി നബി തങ്ങളുമായിട്ട് സംഭാഷണം നടത്തുന്നു. ആ സംഘം മുഴുവനും മുസ്ലിംകളായി കൊണ്ട് തിരിച്ചു പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്തേ ചെയ്തത്? ആ ഒരു നല്ല വശ്യമായ പെരുമാറ്റം, വളരെ ഹൃദ്യമായ പെരുമാറ്റം, മഹത്വമേറിയ പെരുമാറ്റം, വളരെ മോശമായി പെരുമാറിയപ്പോഴും ആ നിലക്ക് തിരിച്ചു ചോദിക്കാതെ ഇരലായിട്ടല്ലേ എന്ന നിലക്ക് വളരെ സമാധാനം പറയേണ്ടതിനൊക്കെ സമാധാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ അബ്ദുൽ ഖൈസ് ആ ഗോത്രത്തിൽ നിന്ന് ആള് വന്നു, ബനി ഹനീഫ ഗോത്രത്തിൽ നിന്ന് വന്നു, നജറാനിൽ നിന്ന് വന്നു, അശ്അരി ഗോത്രത്തിൽ നിന്ന് വന്നു, യമൻകാര് വന്നു, ദൗസ് ഗോത്രം വന്നു, തയ്യ് ഗോത്രക്കാര് വന്നു. അങ്ങനെ പലരും വന്നു. സഅദ് ബിൻ ബക്കർ ഗോത്രത്തിന്റെ പ്രതിനിധിയായി കൊണ്ട് അവസാനം വന്നൊരു വ്യക്തിയാണ് ദമാമ ബിൻ സഅലബ. അദ്ദേഹം വരികയാണ്. അദ്ദേഹം വരുന്ന രംഗം അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ ലമാമ വരുന്ന നേരം പറയാണ്, അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വരികയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി തങ്ങളോടൊപ്പം പള്ളിയിൽ ഇരിക്കുമ്പോൾ ദഖല റജുലുൻ, ഒരാൾ പ്രവേശിച്ചു, ഒരൊട്ടകപ്പുറത്ത് പ്രവേശിച്ചു. ഒട്ടകത്തെ പള്ളിയിൽ തന്നെ മുട്ടുകുത്തിയിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അവിടെ തന്നെ കെട്ടിയിട്ടു. സുമ്മ ഖാല ലഹും, എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ്, ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ്?
കണ്ടോ, അവിടെ നേതാവിന് പ്രത്യേക വേഷവും പ്രത്യേകമായത് ആദരവും പ്രത്യേകതൊന്നുമില്ല. അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് അള്ളാന്റെ റസൂൽ അവിടെ ഇരിക്കുക. അല്ലെങ്കിലോ വലിയ രാജകീയ കസാരിയും വലിയ സിംഹാസനവും വീശിക്കൊടുക്കാൻ ആളും അതുപോലെ തന്നെ പരിചാരകരും, അങ്ങനെയൊക്കെയാണല്ലോ രാജാക്കന്മാർക്കൊക്കെ. അപ്പൊ അത് തിരിച്ചറിയില്ല ആരാങ്ങളെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നാ ചോദിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചോദിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ ചുമരും ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഹാദർ റജുലുൽ അബിയലുൽ മുത്തഖിഹു, ദാ ഈ ചുമരും ചാരി ഇരിക്കുന്ന വെളുത്ത മനുഷ്യനാണ്. ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പൊ അയാൾ ചോദിച്ചു, അബ്ദുൽ മുത്തലിബിന്റെ മോനാ? ആ. അവരൊന്ന് പിതാക്കളിലേക്ക്, പിതാമഹന്മാരിലേക്ക് ചേർത്തുകൊണ്ടും പറയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയാൾ പറഞ്ഞു, അതെ, എന്താണ്, എവിടുന്നാണ് വരുന്നത്, ഭവ്യതയോടൊക്കെ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, നബിയെ, കാര്യം ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം. ഇന്നി അസ്അലുക, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാ വന്നത്. ഫമുശദ്ദിദുൻ അലൈക ഫിൽ മസ്അല, ചോദ്യത്തിൽ ചിലപ്പോൾ നല്ല കടുപ്പുണ്ടാവും, വളരെ ഗൗരവത്തിലാ ഞാൻ ചോദിക്കുക, അതെന്റെ പ്രകൃതമാണ്. ഫലാ തജിദ് അലയ്യ ഫീ നഫ്സിക, അതുകൊണ്ട് എന്നോട് കോപിക്കരുത്. കാര്യം ആദ്യം പറഞ്ഞു. എന്റെ ശൈലി അങ്ങനെയാണ്, ഇങ്ങനെ മയത്തിലും ചോദിക്കാറില്ല, ചോദിക്കുന്ന കുറച്ച് കടുപ്പുണ്ടാവും, അതുകൊണ്ടൊന്നും വിഷമൊന്നും തോന്നരുത്. അത് ആമുഖം പറഞ്ഞിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു, സൽ, ചോദിച്ചോ, കുഴപ്പമില്ല, ചോദിച്ചോ, സൽ അമ്മ ബദാലക, എന്താണെങ്കിൽ ചോദിച്ചോ. ഫഖാല, അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, അസ്അലുക മുഹമ്മദ്, എന്നോട് ഞാൻ ചോദിക്കുന്നത് ബിറബ്ബിക വറബ്ബി മൻ ഖബ്ലക, നിങ്ങളുടെ റബ്ബും മുൻഗാമികളുടെ ഒക്കെ റബ്ബിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കട്ടെ. ആ അല്ലാഹു അർസലക ഇലന്നാസി കുല്ലിഹിം, മുഴുവൻ മനുഷ്യരിലേക്കും അള്ളങ്ങൾ അയച്ചതാണോ, അതോ നിങ്ങൾ കള്ള നബിയാ? അള്ളങ്ങൾ അയച്ചതാണോ മുഴുവൻ മനുഷ്യരിലേക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, അല്ലാഹു അയച്ച. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ലമാമയുടെ രണ്ടാമത്തെ ചോദ്യം, അൻഷുദുക ബില്ലാ, അള്ളാഹനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആ അല്ലാഹു അമറക, അള്ളയാണോ താങ്കളോട് കൽപ്പിച്ചത്, അൻ തുസല്ലിയ സ്വലവാത്തിൽ ഹംസ ഫിൽ യൗമി വൽ ലൈല, രാവും പകലുമായിട്ട് 5 നേരം നിസ്കരിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞതാ, അതോ നിങ്ങൾ ഉണ്ടാക്കിയ നിയമ? ഖാല അല്ലാഹുമ്മ നഅം, അതെ, അള്ളാഹ് പറഞ്ഞതാ. മൂന്നാമത്തെ ചോദ്യം, അൻഷുദുക ബില്ലാ, ആ അല്ലാഹു അമറക അൻ നസൂമ ഹാദാ ശഹ്റ മിനസ് സന, അതേ, ഒരു കൊല്ലത്തിലൊരായി മാസം റമദാനിൽ മുഴുവൻ നോമ്പെടുക്കണം എന്നത് കൽപ്പിച്ചതും അള്ളയാണോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അതെ, അല്ലാഹുമ്മ നഅം. അടുത്ത ചോദ്യം, അൻഷുദുക ബില്ലാഹി, അല്ലാഹു അമറക അൻ തഅഖുദ ഹാദിഹി സ്വദഖത മിൻ അഗ്നിയാഇനാ ഫതുഖ്സിമുഹാ ഫീ ഫുഖറാഇനാ, അതേ, നബി തങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ സമ്പന്നന്മാരുടെ ജനികരിൽ നിന്ന് സ്വതക്ക സ്വീകരിച്ചിട്ട്, സമ്പന്നരിൽ നിന്ന് സ്വതക്ക സ്വീകരിച്ചിട്ട് ഫതഖ്സിമുഹാ ഫീ ഫുഖറാഇനാ, ഞങ്ങളിലെ ദരിദ്രരിലേക്ക് അത് വിതരണം ചെയ്യണമെന്നതും അല്ലാഹ് കൽപ്പിച്ചിട്ടാണോ, അതോ നിങ്ങളുടെ സ്വയം തീരുമാനമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, അല്ലാഹ് കൽപ്പിച്ചിട്ടാണ്. കണ്ടോ, സത്യാന്വേഷികൾക്ക് മനസ്സിലൊന്നുമില്ലേ, വളരെ നിർമ്മലമായ മനസ്സാ, മുൻവിധിയൊന്നുമില്ല. ആദ്യത്തെ ആമുഖം തന്നെ അത് ആ ഹൃദയത്തിന്റെ ലാളിത്യവും ഹൃദയത്തിന്റെ വക്രതയില്ലായ്മയാണല്ലോ പ്രകടമാകുന്നത്. തുടക്കത്തിൽ തന്നെ എന്താ പറഞ്ഞത്? നബി, എന്റെ ശൈലി കുറച്ച് പരിക്കനാണ്, ഞാൻ ചോദിക്കും, വളരെ ഗൗരവത്തിൽ എന്റെ ചോദ്യമുണ്ട്, വിഷമൊന്നും തോന്നരുത്. കേട്ടോ, എത്ര മനസ്സിന്റെ ഒരു ലാളിത്യം, മനസ്സിന്റെ ഒരു നിഷ്കളങ്കത. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്ക് പിന്നെ അധികം തർക്കമൊന്നുമില്ല. അദ്ദേഹം പറയുന്നു, എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എങ്കിൽ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയെ, അങ്ങ് കൊണ്ടുവന്നതിൽ മുഴുവനും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഷഹാദ മൊഴിയുകയാണ്. മാത്രമല്ല ഈ നിർബന്ധ കാര്യങ്ങളൊക്കെ ഞാൻ പിറകെ നിർവഹിക്കുക തന്നെ ചെയ്യും. വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ വെടിയുകയും ചെയ്യും, എല്ലാം ഞാൻ ഒഴിവാക്കുകയും ചെയ്യും. ഇതിനേക്കാണ് ഞാൻ കൂട്ടൂല്ല കുറക്കൂല്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അയാൾ പിരിഞ്ഞു പോകുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു, വഅന റസൂലു മൻ വറായി മിൻ ഖൗമി, എന്റെ ജനങ്ങൾ എന്റെ നാട്ടിൽ കാത്തു നിൽക്കുകയാണ്, ഞാൻ അവരിലേക്കുള്ള ദൂതനാണ്,
ഞാൻ ലമാം ഇബ്നു സഅലബയാണ്, സഅദ് ഇബ്നു ബക്കർ ഗോത്രത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന ലമാമാണ് ഞാൻ, ആ നാട്ടുകാരുടെ പ്രതിനിധിയാണ്. ഇതൊക്കെ ഞാൻ അവർക്ക് അവിടെ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കും നബിയേ, ഞാനും ചെയ്യും, ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ലമാം പിരിഞ്ഞുപോയി. ഒട്ടകത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്ന നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, ഇൻ യസ്ദുഖുൽ അഖീസതൈൻ യദ്ഖുലുൽ ജന്ന. അയാൾ പറഞ്ഞ സത്യമാണെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അതാ അദ്ദേഹം തന്റെ ഒട്ടകത്തെ സമീപിച്ച് വളരെ പെട്ടെന്നതാ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് ധൃതിയിൽ യാത്ര പോയി തന്റെ നാട്ടിലെത്തുകയാണ്. നാട്ടിലെത്തിയപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയ നേരത്ത് അദ്ദേഹം അതാ ആദ്യം തന്നെ പറയുന്നു, ജനങ്ങളെ, എന്തിനാടോ ലാത്തയെ ആരാധിക്കുന്നത്, എന്തിനാ ഉസ്സയെ ആരാധിക്കുന്നത്? ഈ ലാത്തി ഉസ്സൊന്നും ഒന്നിനും കൊള്ളൂലട്ടോ. ഇറങ്ങി ചെന്നൈക്ക് തന്നെ പറയാണ്, ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ലാത്തി ഉസ്സയൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷയില്ല. ഖാലു, അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു, മിണ്ടാതിരിക്കുക മാമാ, മിണ്ടാതിരിക്കേ. ആരും പറഞ്ഞ വായ പൊത്തു മിണ്ടല്ലേ. ഇത്തഖിൽ ബറസ വൽ ജുദാമ വൽ ജുനൂൻ. പറഞ്ഞു പോകരുത് ലമാമ, കുരുത്തക്കെട് പറ്റും, കുഷ്ഠം പിടിച്ചു പോകും നിനക്ക്, ഭ്രാന്തനായി പോകും നിനക്ക്, വെള്ളപ്പാണ്ട് പിടിക്കും നിനക്ക്. ലാത്തയെ ഉസ്സയെ പറ്റി പറയേ അല്ലാഹ്, അവരെ പറ്റി നിങ്ങൾ പറയേ പാടില്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ലമാം റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറയുകയാണ്, വൈലക്കും നിങ്ങൾക്ക് നാശം. ഇന്നഹുമാ വല്ലാഹി ലാ യദുറാനി വലാ യൻഫഅൻ. ലാത്തയും ഉസ്സയും ഒന്നും ഒരു ഉപകാരവും ചെയ്യുന്ന വസ്തുക്കളല്ല, ഒരു ഉപദ്രവവും വരുത്തുന്ന വസ്തുക്കളല്ല, അല്ലാഹനെ തന്നെയാണ് സത്യം. എന്നാ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഞാൻ എവിടുന്നാ വരുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ ലാത്തയും ഉസ്സയും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കാലം കഴിക്കേണ്ട ആളുകളല്ല. ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ബഅസ റസൂലാ. അല്ലാഹു ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്. വഅൻസല അലൈഹി കിതാബാ. ആ റസൂലിന് അല്ലാഹു ഒരു കിതാബും ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ മോശത്തരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന സന്മാർഗത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും നല്ല മാർഗം കൊണ്ടാണ് ആ നേതാവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായപ്പോ, വഇന്നീ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഞാനത് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാ നിങ്ങളോടും പ്രഖ്യാപിക്കുന്നു, ഇന്നി ഖദ് ജിഅ്തുകും മിൻ ഇന്ദിഹി. ആ നേതാവായ മുത്തു മനുഷ്യന്റെ അടുക്കൽ നിന്നാ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ബിമാ അമറക്കും ബിഹി വനഹാക്കും അൻഹു. ആ നേതാവ് കൽപ്പിച്ചതൊക്കെ നിങ്ങളോട് പറയാൻ, ആ നേതാവ് വിരോധിച്ചത് നിങ്ങളോട് വിരോധിക്കാനുമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആ ജനങ്ങളുടെ മനസ്സും വല്ല മനസ്സാ. വളരെ കൃത്യമായിട്ട് അദ്ദേഹം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ചരിത്രത്തിൽ കാണാം, അന്നത്തെ ദിവസം വൈകുന്നേരമായില്ല, അന്നത്തെ ദിവസം നേരം വൈകുന്നേരമായില്ല. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരും അതാ മുസ്ലിമീൻ, സർവവും മുസ്ലിമീങ്ങളായി മാറി. ഇസ്ലാമിക ദഅവത്തിന്റെ ആ പ്രതിനിധി അദ്ദേഹം മനസ്സിലാക്കി എത്തിച്ചു കൊടുത്തു. നമുക്കൊക്കെ ബാധ്യതയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവനവും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളത് മാത്രമല്ല, എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. എത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ദഅവത്ത് കേട്ട് ഒരുപാട് ആളുകൾ മാറി. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഫമാ സമിഅനാ ബിവാഫിദി ഖൗമിൻ കാന അഫ്ളൽ മിൻ ലമാം ഇബ്നു സഅലബ. ലമാം ഇബ്നു സഅലബയെ പോലെ ഒരു ശ്രേഷ്ഠനായ ഒരു നിവേദക സംഘത്തിന്റെ നേതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്ര ഉഷാറായ പെരുമാറ്റവും പെട്ടെന്നുള്ള മാറ്റവും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന്റെ ശേഷമുള്ള വമ്പിച്ച മാറ്റങ്ങളൊക്കെ അതുപോലെ വേറൊരാളിലൂടെ ഉണ്ടായിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മുസ്നദിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ സഹോദരങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട്
ഹിജ്റ 9-ാമത്തെ വർഷത്തിൽ നടന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചതും ഈ വർഷത്തിലാണ്. ശേഷം പ്രവാചക തിരുമേനിയുടെ ഹജ്ജ് നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങളെ നന്നായി അറിയുവാനും അത് സമൂഹത്തെ എത്തിച്ചു കൊടുക്കുവാനും അവിടുന്ന് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും മരണപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا تقبل منا إنك أنت السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.